ശരി. ശ്രീ റിജു കാഞ്ഞൂക്കാരൻ, ഇവിടെ ഒരു വശത്ത് ഇപ്പോൾ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഉത്തരേന്ത്യയിലെ ഏതോ ഗ്രാമങ്ങളിലൊക്കെ ഏതെങ്കിലും പള്ളികൾ ആക്രമിക്കപ്പെടുന്നുണ്ടാകും. ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളിൽ പകുതി പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോഴാണ് സഭാ നേതൃത്വം ഇപ്പോൾ മന്ത്രി ജോർജ് കുര്യൻ്റെ വിരുന്നിൽ പങ്കെടുക്കുന്നത്. അവിടെ പോലും ഇന്ന് CBCI പുറത്തിറങ്ങുന്ന പ്രസ്താവനയിൽ പോലും CBSEയുടെ PRO ആവശ്യപ്പെടുന്നത് ബഹുമാന്യനായ അമിത്ഷാജി ഇത് നീതി നടപ്പാക്കണം, നിയമം നടപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ പോലും BJPയോട് RSSനോട് നിങ്ങളിത് ചെയ്യരുതെന്ന് പറയാനുള്ളൊരു ആർജവം സഭാ നേതൃത്വത്തിന് ഉണ്ടാവാതെ പോകുന്നത് എന്തുകൊണ്ടാണ് റിജു? തീർച്ചയായും അജീംസ് പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കഴിഞ്ഞ വർഷവും എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, ഇന്നേ ദിവസം തന്നെ 23-ാം തീയതി ഇതേ സമയത്ത് തന്നെ സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുക. അന്നും ഇതേ വിഷയങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങളുടെ ക്രൈസ്തവ നേതൃത്വം പലപ്പോഴും കണ്ടുപഠിക്കുന്നില്ല, കൊണ്ടിട്ടും പഠിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഇവർ ആദ്യം കേക്കുമായി വന്നു, ഇവർക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും കേട്ടു. ഞങ്ങളുടെ മെത്രാന്മാരും ഞങ്ങളുടെ സഭാ നേതൃത്വവും അവരെ സ്വീകരിച്ച് ആനയിച്ചു. പിന്നീട് ഇവർ ആശംസ കാർഡുകളുമായി വന്നു, അപ്പോഴും ഇവരെ സ്വീകരിച്ച് ആനയിച്ചു. കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ സംഭവം ഉണ്ടായി, അപ്പോഴും ഞങ്ങൾ ഇതിനെക്കുറിച്ച് വിമർശിച്ചു. പക്ഷേ അവർ ആ ദിവസങ്ങളിൽ 1-2 ദിവസങ്ങളിൽ ഒരു മയത്തിലൊരു പ്രതിഷേധ പ്രസ്താവന ഇറക്കി പ്രശ്നം അവസാനിപ്പിക്കുകയാണ്. പാലക്കാട് ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷവും കരോൾ പരിപാടിക്ക് തലേ ദിവസങ്ങളിൽ ഇവർ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ കണ്ടു, കരോൾ നടത്തിയവരെ ഓടിച്ചിട്ടടിച്ചു. ഇതൊന്നും കണ്ടിട്ട് പഠിക്കാത്ത സഭാ നേതൃത്വം പലപ്പോഴും ഒരു സമന്വയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ വാക്കുകളിലൂടെ ആരെയും വേദനിപ്പിക്കാതെ, ആരെയും കൊള്ളിക്കാതെ, ആരെയും ഡയറക്റ്റ് പറയാതെ ഇത്തരത്തിലുള്ള ഒരു പുറത്തെ ഒരു സർക്കുലർ വഴി വിശ്വാസികളെ പറ്റിക്കാമെന്ന് കരുതരുത്. കാരണം കത്തോലിക്ക സഭ ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷത്തിലാണ്. വളരെ കുറച്ച് കാലങ്ങളായി ഭാരതത്തിൽ, നോർത്ത് ഇന്ത്യയിൽ പതുക്കെ ആരംഭിച്ചു, ഇപ്പോൾ കേരളത്തിലും ഇത് സ്ഥിരമായിരിക്കുന്നു.